അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ പൂർത്തീകരിക്കാത്ത സാഫല്യം വീടുകൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാവുന്നു. പഞ്ചായത്ത് ഭരണസമിതി തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ആക്ഷേപം. ഈ കാണുന്നത് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭവന പദ്ധതിയായ സാഫല്യം പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളാണ്. 12 വർഷം മുൻപ് പകുതി നിർമ്മാണം പൂർത്തീകരിച്ച ഈ വീടുകൾ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി. കഴിഞ്ഞ ഭരണസമിതിക്ക് മുൻപ് UDF ഭരണസമിതിയുടെ കാലത്താണ് പഞ്ചായത്ത് പരിധിയിലെ ഭവനരഹിതരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുന്നത്. ഇതിനായി അർഹതപ്പെട്ട 24ഓളം ഭവനരഹിതരെ കണ്ടെത്തുകയും ചെയ്തു. 40,000 രൂപ ഗുണഭോക്തൃ വിഹിതവും ബാക്കി പഞ്ചായത്ത് വിഹിതവും ഉപയോഗിച്ചാണ് വീടുകളുടെ നിർമ്മാണം നടത്താൻ തീരുമാനിച്ചത്. ഇതിനായി ഗുണഭോക്തൃ വിഹിതം വാങ്ങിയാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതും. നിർമ്മാണ പകുതിയായപ്പോഴേക്കും ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു. പിന്നീട് 2 തവണ മാറി വന്ന LDF ഭരണസമിതി ഈ പദ്ധതിയെ തിരിഞ്ഞുപോലും നോക്കിയില്ല. നൽകിയ ഗുണഭോക്തൃ വിഹിതം പോലും കിട്ടാത്ത പലരും ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും LDF ഭരണസമിതിയുടെ വികസനത്തിന്റെ പുറകോട്ടുള്ള യാത്രയുടെ നേർക്കാഴ്ചയാണ് ഈ പദ്ധതിയുടെ നിലവിലെ അവസ്ഥ എന്നും BJP ലക്കിടി ഏരിയ പ്രസിഡന്റ് രമേശ് ബാബു അഭിപ്രായപ്പെട്ടു. പഞ്ചായത്തിലെ നിലവിലെ 17ാം വാർഡിലെ നമ്മുടെ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിൻ്റെ തന്നെ അധ്യക്ഷതയിൽ തുടങ്ങിയ സാഫല്യം ഭവന പദ്ധതിയാണ് ഈ കാണുന്നത്. അതിൻ്റെ കെട്ടിടങ്ങൾ ഏകദേശം ഒരു 12 വർഷം മുന്നേ നമ്മുടെ UDF ഭരണസമിതി നിലവിൽ വന്ന സമയത്താണ് പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം എന്നുള്ള ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്ന ഭരണസമിതി അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തതില്ല. 3 നിലകളായിട്ട് 24 വീടുകളാണ് ഇതിലേക്കായി ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ഗുണഭോക്താക്കളിൽ നിന്നും 40,000 രൂപ ഗുണഭോക്തൃ വിഹിതവും കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയ ഗുണഭോക്തൃ വിഹിതം അവർ പലിശയില്ലെങ്കിലും അവരുടെ പൈസയെങ്കിലും കിട്ടുമെന്നുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസമിതിയെ സമീപിക്കുകയും പിന്നീട് ചില ആളുകൾക്ക് കൊടുക്കാമെന്നുള്ളത് വാഗ്ദാനം കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇന്നും ആർക്കും ഭവനം കൊടുക്കാതെ ഇത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെയും അതേപോലെ തന്നെ ക്ഷുദ്രജീവികളുടെയും കേന്ദ്രമായി മാറി ഈ ഒരു ഭവന നിർമ്മാണ പദ്ധതി. ആർക്കും സാഫല്യം കിട്ടാതെ പോയി. നമ്മുടെ വികസനങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ സമയത്ത് വികസന സദസ്സും ജനസദസ്സുകളും നടത്തുന്ന ഇടതുപക്ഷ ഭരണം ഇവിടെ കാണാവുന്നത് വികസനത്തിന്റെ പുറകോട്ടുള്ള പോക്കാണ്. 3 നിലകളിലായി 24 വീടുകൾ മാത്രമല്ല ഈ കെട്ടിടം. 24 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം കൂടിയാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്.